അസ്സലാമലൈക്കും. ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാവുക എന്നുള്ളത്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ള ഒരുപാട് വീടുകൾ നമുക്കറിയാം. ഒരു മനസ്സമാധാനമില്ലാത്ത ഒരുപാട് വീടുകൾ. അത് ഉള്ളിലുള്ളവരുടെ സ്വഭാവ ദോഷം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല പ്രയാസം കൊണ്ട്, രോഗങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും, അല്ലെങ്കിൽ മക്കളെ, ഭർത്താവിൻ്റെ, അമ്മായിയമ്മയുടെ, നാത്തൂൻ്റെ, അങ്ങനെ പലരുടെയും സ്വഭാവ ദോഷം കൊണ്ടായിരിക്കാം നമുക്ക് മനസ്സമാധാനം ഇല്ലാതാവുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ലോകത്ത് ഏറ്റവും സമാധാനമായിട്ടുള്ളൊരു സ്ഥലം എല്ലാവർക്കും വേണ്ടത് വീടാണ്. വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ യാതൊരു സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ ഇന്ന് 12 പോയിന്റുകളാണ് പറയാൻ പോകുന്നത്. ഈ ഒരു 12 പോയിന്റുകൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. വലിയ മലമറിച്ച് ആർക്കും ചെയ്യാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ചെയ്യാൻ ഒരുപാട് പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമല്ല. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, സുന്നത്തായ കാര്യങ്ങൾ. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടാവും. നമ്മുടെ വീട് ബ്ലെസ്ഫുൾ ആയിട്ടുള്ള ഒരു ബർക്കത്തുള്ള ഒരു വീടായിട്ട് മാറും എന്നുള്ളതാണ്. പലർക്കും വീട്ടിലിരിക്കുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടാറില്ല, അല്ലെങ്കിൽ ഒരു ഉന്മേഷമോ ഒന്നും കിട്ടാറില്ല. ഭയങ്കര ക്ഷീണിതയായിട്ട് ഒരു സന്തോഷമില്ലാതെ ആയിരിക്കും പലരും വീട്ടിലിരിക്കുന്നത്. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പുറത്തു പോകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഹറാമായ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ കാണുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വീട്ടിനുള്ളിൽ ഒരു സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ എങ്ങനെയാണ് വീട്ടിലിരിക്കുക, അല്ലേ? 4 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം, സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അതിലൊന്നാമത്തേത് നല്ല ഒരു വീടുണ്ടാവുക എന്നുള്ളതാണ്. എത്ര ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നുണ്ട്, അല്ലേ? ഇത് കേൾക്കുന്ന പലർക്കും എനിക്കടക്കം നല്ലൊരു സ്വന്തമായിട്ട് വീടില്ല എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വലിയൊരു ലക്ഷ്യമാണ് നല്ലൊരു കുഞ്ഞു, നല്ല വൃത്തിയുള്ള, നല്ല താമസിക്കാൻ സൗകര്യമുള്ള നല്ലൊരു ഭവനം ഉണ്ടാവുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഒരാൾക്ക് ഒരുപാട് മനസ്സിനുള്ളിൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നല്ലൊരു വീട് ഉണ്ടാകുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കാര്യം, നല്ലൊരു ഇണയുണ്ടാവുക എന്നുള്ളത്. ഇണ ഉണ്ടായി എന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ മനസ്സിലാക്കി പെരുമാറുന്ന, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന, നല്ല സ്നേഹമുള്ള നല്ലൊരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഭാര്യയെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അള്ളാഹുവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, നല്ല മകൻക്ക് നല്ലൊരു ഇണയെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മകൾക്ക് നല്ലൊരു ഇണയെ കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. സുബ്ഹാനല്ലാഹു തആല എല്ലാവർക്കും നല്ല ബർക്കത്തുള്ള, നല്ല സ്വാലിഹായ നല്ല ഇണകളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമുക്കൊക്കെ ഉള്ള ഇണകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, നല്ല സ്വഭാവമുള്ളവരാക്കി മാറ്റട്ടെ, നല്ല ഈമാനും തഖ്വയും അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന, നല്ല 5 നേരത്തെ നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കുന്ന നല്ല ഇണകളാക്കി തരട്ടെ. എത്ര ആളുകളാണല്ലേ ഭർത്താവ് കള്ളുകുടിയനാണ്, അല്ലെങ്കിൽ ഭർത്താവ് ഒരു നേരം പോലും നിസ്കരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നത്. പടച്ചോരെ, നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭാര്യമാരെ നല്ല സ്വാലിഹായ ഭാര്യയും ഭർത്താവും ആക്കി മാറ്റട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു നല്ലൊരു ഇണയുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്, വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ കാര്യം, ഒരു വാഹനം ഉണ്ടാവുക എന്നുള്ളത്. ഒരു നല്ലൊരു വാഹനം നമുക്ക് ഫാമിലിയോട് കൂടെ നല്ല രീതിയിൽ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാഹനം ഉണ്ടാവുക എന്നുള്ളത്. പലരുടെയും വിചാരം ഈ വാഹനങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഒരു ആഡംബരം അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണെന്നാണ്. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ടാവും, അവരുടെ കാര്യമല്ല. പക്ഷെ നേരെ മറിച്ച് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് സൗകര്യമായിട്ട് നമ്മുടെ കുടുംബത്തോടെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു വാഹനം ഉണ്ടാവൽ അത്
അത്യാവശ്യം ഒരു കാര്യമാണ്. അതൊന്നും ഒരിക്കലും ആഡംബരമല്ല. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വാഹനം ഉണ്ടാവുക എന്നുള്ളത് വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വാഹനം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിൽ സന്തോഷവും കുളിർമയും നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി 4ാമത്തെ കാര്യം, നല്ല ഒരു അയൽവാസി ഉണ്ടാവുക എന്നുള്ളത്. ഒരു മോശമായ ഒരു അയൽവാസിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വീടിനുള്ളിൽ വലിയൊരു സമാധാനം ഉണ്ടാവണമെന്നില്ല. എപ്പോഴും വഴക്ക് പിടിക്കുന്ന, എപ്പോഴും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഒരു ഇല വീഴുന്നതിനോ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കടിക്കുന്ന അയൽവാസികളാണ് നമുക്ക് ചുറ്റും ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ നമുക്ക് വലിയൊരു സമാധാനം ഉണ്ടാവണമെന്നില്ല. നേരെ മറിച്ച് നമുക്കൊരു നല്ല സ്വഭാവമുള്ള, അത് ഹിന്ദുക്കളാണെങ്കിലും ശരി, ക്രിസ്ത്യൻ ഏതൊരു മതക്കാരായാലും അവർ നല്ലൊരു സ്വഭാവമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സമാധാനവും സന്തോഷം ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തുറന്നു പറയാനും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനും ഒക്കെ നല്ലൊരു അയൽവാസി ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു അള്ളാൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നമുക്ക് സന്തോഷം സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു വീടുണ്ട്, നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വീട് എല്ലാം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ വീട്ടിൽ നമ്മളോടൊപ്പം ആരാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും അല്ലേ നമ്മൾ ആ ഒരു വീട്ടിലെ സന്തോഷം സമാധാനം ഉണ്ടാവുക എന്നുള്ളത്. കാരണം നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അമ്മായിമ്മ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും സന്തോഷം നൽകാത്ത, സമാധാനം നൽകാത്ത, നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കാത്ത ആളുകളാണ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ തരുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ ആണ് നിങ്ങളെ കൂടെയെങ്കിൽ തീർച്ചയായിട്ടും എത്ര മനോഹരമായ വീട് നിർമ്മിച്ചിട്ടും ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. ഇനി നല്ല ഭംഗിയായിട്ട് വീട് നിർമ്മിച്ച് അതിനുള്ളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കും തീർച്ചയായിട്ടും സന്തോഷം, ഒരു സമാധാനം ഉണ്ടാവണമെന്നില്ല. അവർക്ക് എല്ലാം ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് തന്നെയായിരിക്കും. പക്ഷെ അതിനുള്ളിൽ അവർ തനിച്ചാണ്, അവർക്ക് ആരും കൂട്ടിനില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അവർക്ക് സന്തോഷം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണമെന്നില്ല. കാരണം നമുക്കറിയാം, ലോകത്ത് ആദ്യം പഠിച്ച ആദമിന് സ്വർഗത്തിൽ എല്ലാം ഉണ്ട്, മനോഹരമായ പഴങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രക്കും അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലാണ് പഠിച്ചത്. പക്ഷേ ആദം നബിക്ക് പിന്നീട് കൂട്ടിനാരുമില്ല എന്നുള്ളതായിരുന്നു വലിയ സങ്കടം. എന്നിട്ടാണ് സുബ്ഹാനല്ലാഹു തആല ഹവ്വ ബീവിയെ അയച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഇണ വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അള്ളാഹു കല്യാണപ്രായമായ എല്ലാവർക്കും അള്ളാഹു നല്ല അനുയോജ്യമായ, നല്ല സ്വാലിഹായ നല്ല ഇണകളെ, കൺകുളിർമയേകുന്ന നല്ല ഇണകളെ അള്ളാഹു നൽകട്ടെ. പറഞ്ഞു വന്നത്, ഒരു വീട്ടിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ, ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ നല്ല ഒരു ഇണ ഉണ്ടാവണം എന്നുള്ളതാണ്. അതിന് നല്ല ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് അത്ര ഭംഗി വേണം, ഇത്ര ഭംഗി വേണം, ഇന്നെ ഒരുപാട് ഡിമാൻഡാണല്ലേ, എത്ര സമ്പത്ത് വേണം, എല്ലാം നോക്കും. പക്ഷേ ആ ഒരു വ്യക്തി, ആ ഒരു നോക്കുന്ന ഒരു കുട്ടി, അതാണാവട്ടെ പെണ്ണാവട്ടെ, ആ കുട്ടിക്കും ആ കുടുംബത്തിനും എത്രത്തോളം ഈമാനുണ്ട്, എത്രത്തോളം അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന ആളുകളാണ് എന്നുള്ളത് നോക്കുന്നില്ല ഇപ്പോൾ ആരും. എല്ലാവർക്കും തൊലിനിറം അല്ലെങ്കിൽ സൗന്ദര്യം ഒക്കെ മാത്രം മതി. ഒരിക്കലും അങ്ങനെ ആവരുത്. കാരണം ഒരിക്കലും ഒരു സൗന്ദര്യത്തിന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഒരിക്കലും സാധിക്കണമെന്നില്ല. അത് കുറച്ച് കാലത്തൊരു ആയുസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അത് നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ നല്ല ഒരു ദീനുള്ളൊരു കുട്ടിയാണ് നിങ്ങളെ കല്യാണം കഴിക്കുന്നതെങ്കിൽ, ഒരു ഈമാനുള്ള നല്ല സ്വാലിഹായ ഒരു കുട്ടിനെയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവസാനം വരെ നിങ്ങൾക്ക് സന്തോഷം സമാധാനം ഉണ്ടാവുന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ നല്ല സ്വഭാവത്തിൽ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും എന്നുള്ളതാണ്. നല്ല ഒരു ഇണയിൻ്റെ
ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ. അല്ലാതെ ദീനില്ലാത്ത, നിസ്കരിക്കാത്ത, അള്ളാഹു നിർബന്ധമാക്കപ്പെട്ടതൊന്നും പോലും ചെയ്യാത്ത, ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു കുട്ടീനെയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ സന്തോഷം, സമാധാനം, ആ ഒരു വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇണയെ നോക്കുന്നവരാണെങ്കിൽ, നിങ്ങളെ മക്കൾക്ക് നല്ലൊരു ഇണയെ നോക്കുന്നവരാണെങ്കിൽ ദീനുള്ളവരാണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്, ബാക്കിയൊക്കെ പിന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ബർക്കത്തും സന്തോഷം, സമാധാനം ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിൽ ഖുർആനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവില്ല. രാവിലെ എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യണം. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നും ഖുർആൻ പാരായണം ചെയ്യണം. അതിപ്പോൾ ഒരുപാട് വലിയ സൂറത്തുകളോ ഒരുപാട് നേരിരുന്ന് ഓതൊന്നും വേണ്ട, ഒരു 5 മിനിറ്റെങ്കിലും സാധിക്കുമെങ്കിൽ അങ്ങനെയെങ്കിലും ഓതുക. അത് നമുക്ക് വളരെ ഒരു പോസിറ്റീവായിട്ട് ഒരു വൈബ് തരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഖുർആൻ കേട്ട് നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഖുർആൻ ഓതാൻ അധികം സമയം കിട്ടാത്തവരാണെങ്കിൽ ഖുർആൻ കേൾക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഖുർആനായിട്ട് ഒരു ബന്ധം ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മളെ മക്കൾ എഴുന്നേൽക്കുമ്പോൾ ഖുർആൻ കേൾക്കുക, കേട്ടുകൊണ്ടുണരുക എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു പോസിറ്റീവ് നൽകുന്നൊരു കാര്യം തന്നെയാണ്. ഖുർആനുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ ആത്മാവില്ലാത്ത ഒരു ശരീരം പോലെയായി മാറും നമ്മളെ വീടുകൾ. ഇതെല്ലാവരും വളരെ ഗൗരവമായിട്ട് എടുത്ത് ശ്രദ്ധിക്കുക. എപ്പോഴും ഖുർആനായിട്ട് ഒരു കണക്ഷൻ വെക്കുക. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. നമ്മളുടെ വീടുകളിൽ ഹറാമായ കാര്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഹറാം ചെയ്യുന്നത്, നമ്മൾ ഹറാം കാണുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാമായ കാര്യങ്ങൾ നമ്മളെ വീടിനുള്ളിൽ ഉള്ളത്. വൃക്കത്തിൻ്റെ രൂപത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വീടിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിനെക്കുറിച്ച് മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിൽ മുഴുവനായിട്ട് വിശദീകരിക്കാൻ നിന്ന ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ. വേറൊരു കാര്യം, നായ നമ്മുടെ വീടിനുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തീങ്ങളെ നമ്മളെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾക്ക് നമുക്ക് നായയെ വളർത്താൻ അനുവാദമുണ്ട്, പക്ഷേ എങ്കിൽ പോലും നമുക്ക് വീടിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ഒരിക്കലും പാടില്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നായകൾ അകത്തുള്ള വീടാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവില്ല, അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രവേശിക്കില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റിലോട്ട് നമുക്ക് പോവാം. നിങ്ങളുടെ സമ്പാദ്യം ഹലാലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ ഹറാമായ രീതിയിലുള്ള സമ്പത്താണ് നിങ്ങളെ വരുമാനമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും പലിശയായിട്ട് ബന്ധപ്പെട്ട ജോലിയാണോ, അല്ലെങ്കിൽ വല്ല ആൽക്കഹോൾ വിൽക്കുന്നതോ വാങ്ങുന്നതോ, ഏതെങ്കിലും രീതിയിൽ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് അറിയാം നമുക്ക്. പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ അറിയാത്ത പോലെ അഭിനയിക്കുകയാണ്. ഏതൊക്കെയാണ് ഹറാം ഹലാൽ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതിനൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമുക്ക് പണം കിട്ടണം, എന്താണ് പണം കിട്ടാനുള്ള വഴി, അത് ഹറാമായാലും വേണ്ടില്ല ഹലാലായാലും വേണ്ടില്ല, പണം കിട്ടണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഹറാമാണ് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളത് ഒഴിവാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവില്ല. ഹറാമായ സമ്പത്ത് കൊണ്ടാണ് നമ്മളെ മക്കളെ വളർത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഭാര്യക്ക്, നമ്മളെ ഫാമിലിക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് സന്തോഷം, സമാധാനം ഒന്നും പിന്നീട് ആ ഒരു വീട്ടിൽ ഹറാമായിട്ട് സമ്പാദ്യം കൊണ്ടുവരുന്ന ആ ഒരു വീട്ടിൽ കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഗൗരവമായിട്ടെടുത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളുടെ വരുമാനം അത് ഹലാൽ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇനി അടുത്തത് എന്താ നമുക്ക് നോക്കാം. വൃത്തി എന്ന് പറയുന്നത് ഇസ്ലാമിൽ വലിയൊരു കാര്യം തന്നെയാണ്. വൃത്തിക്ക് ഇസ്ലാം ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടുകളൊക്കെ എപ്പോഴും നല്ല വൃത്തിയുള്ള വീടുകളാക്കി വെക്കുക. ചില വീടുകളുണ്ട് ഏത് സമയമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വലിച്ചു വാരിയിട്ട് ഒന്നും അതിൻ്റെതായ സ്ഥലത്ത് വെക്കാതെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരുപാട് വീടുകളുണ്ട്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ വാടക വീടായിക്കോട്ടെ, ഇനി എങ്ങനത്തെ വീടാണെങ്കിൽ പോലും ആ ഒരു വീട്ടിൽ നമുക്ക് അടുക്കി പെറുക്കി നല്ല
വൃത്തിയിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സമ്പത്ത് തരുന്നത് അള്ളാഹുവാണ്. വലുതോ ചെറുതോ ഏത് വീടും ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ആ ഒരു വീട്ടിനെ നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള നല്ല രീതിയിലുള്ളൊരു വീടാക്കി മാറ്റുക എന്നുള്ളതാണ്. വൃത്തിയില്ലാത്ത ഏതൊരു സ്ഥലവും അത് ശൈത്താൻ്റെ സ്ഥലമാണെന്നുള്ളതാണ്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് ശൈത്താനാണ് വന്നിരിക്കുക, അവിടെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ വീടുകൾ വൃത്തിയുള്ള വീടുകളാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നല്ല ഒരു അന്തരീക്ഷമായിരിക്കണം ഉണ്ടാവേണ്ടത്. എന്നാലേ ആ ഒരു വീട്ടിൽ നമുക്ക് ഇരിക്കുമ്പോൾ സന്തോഷവും സമാധാനവും ബർക്കത്തും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. നമ്മളെ മക്കളോട് നല്ല രീതിയിൽ പെരുമാറണം, ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറണം, മരുമകളോട് നല്ല രീതിയിൽ പെരുമാറണം, ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറണം. അങ്ങനെ നല്ല രീതിയിലുള്ള സംസാരം, നല്ല സോഫ്റ്റായിട്ടുള്ള സംസാരം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ തല്ലുകൂടി ചില വീടുകളുണ്ടല്ലോ അങ്ങനെ, ഏത് സമയം നോക്കിയാൽ അവിടെ വഴക്കാണ്, ഏത് സമയം നോക്കിയാൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങളില്ല. പല വീടുകളും നമുക്ക് അറിയാവുന്ന ഇതുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മളെ വീടുകളാവരുത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മളെ വീട്ടിൽ സന്തോഷം സമാധാനം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് സമയം കൊടുക്കണം, മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. അത് ഉമ്മയായാലും ഉപ്പയായാലും ആരായാലും അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക, അവരെ കൂടെ കുറച്ച് നേരം കളിക്കുക, ഭാര്യയ്ക്ക് കുറച്ച് ടൈം കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിലുള്ള ഏത് സമയവും വർക്ക് അത് നമ്മൾ സ്ത്രീകളാണെങ്കിലും ശരി ഭർത്താവാണെങ്കിലും ശരി, നമ്മൾ വീട്ടിലത്തെ ജോലി മാത്രമല്ല, നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭർത്താവായാലും ഭർത്താവിൻ്റെ വർക്ക് മാത്രമല്ല, നല്ലൊരു കുടുംബം നല്ല രീതിയിൽ സന്തോഷത്തിൽ നല്ല ബർക്കത്തുള്ള വീടായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ, നല്ലൊരു ബർക്കത്തുള്ള കുടുംബമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. അവിടെ വർക്കായാലും ഫാമിലി ആയാലും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ്. ഭാര്യയോടും മക്കളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും അവരെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും, ഇനിയിപ്പോൾ ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കുക, അവരെ വിഷമങ്ങൾ കേൾക്കുക. അവർക്ക് സ്ത്രീകൾക്കെന്ന് പറയുമ്പോൾ ജസ്റ്റ് കേട്ടാൽ മതി, കേട്ട് ഒന്ന് സമാധാനിപ്പിച്ചാൽ മതി, ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ അതിന് പോലും സമയമില്ലാത്ത ഒരുപാട് ഭർത്താക്കന്മാരുണ്ടാവും. ഒരിക്കലും അങ്ങനെ ആവരുത്. അങ്ങനെ ആവുമ്പോൾ പിന്നെ ഒരു ബർക്കത്തില്ലാത്തൊരു വീടായിട്ട് മാറും ആ ഒരു വീട്. ആ ഒരു ഭാര്യയുടെ മനസ്സ് പോലെ ഇരിക്കും എന്നുള്ളതാണ്. എപ്പോഴും ഹാപ്പി ആയിട്ട് എപ്പോഴും സന്തോഷമായിട്ട് നമ്മളെ എല്ലാവരെയും വെക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീട്ടിൽ സന്തോഷ സമാധാനം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ കുടുംബം ചിതറി പോകുമെന്നുള്ളതാണ്. എത്ര ഫാമിലീസാണെന്നറിയോ ഡിവോഴ്സ് ചെയ്യുന്നത്? എന്തൊരു കാരണം കൊണ്ടെന്നറിയോ? കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ട്, സംസാരിക്കാത്തത് കൊണ്ട്, അവർ തമ്മിൽ യാതൊരു സംസാരവും ഇല്ലാത്തത് കൊണ്ട്. ഈ റിലേഷൻഷിപ്പിന്, ഒരു ഭാര്യ ഭർത്താവിന് ഏറ്റവും വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, സംസാരമാണ്. അങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ച് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക, അതുപോലെ നല്ലൊരു ഫാമിലിയാക്കി മാറ്റുക. നല്ല സംസാരങ്ങൾ മക്കളെ മുന്നിലാണെങ്കിലും ആരുടെ മുന്നിലാണെങ്കിലും ആരോടാണെങ്കിലും നല്ല രീതിയിൽ സംസാരിച്ച് ഒരു ഫാമിലിയാക്കി മാറ്റുക. ഇനി അടുത്ത പോയല്ലോ, നമ്മളെ വീടിനുള്ളിൽ അത് നമ്മൾ സ്ത്രീകളാണെങ്കിലും ഇനി പുരുഷന്മാരാണെങ്കിലും നല്ല വൃത്തിയിലും നല്ല വസ്ത്രം ധരിച്ചും നല്ല രീതിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ പലരും വീട്ടിൽ കണ്ട വല്ല പിച്ചക്കാരെ പോലെ ഉണ്ടാവും, പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ രാജകുമാരികളൊക്കെ ആയിട്ടായിരിക്കും പോവുക, ഭയങ്കരമായ ഒരുക്കമാനങ്ങളായിട്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മൾ വീട്ടിലും കുറച്ചൊക്കെ നമ്മളെ ബ്യൂട്ടി, നമ്മളെ സൗന്ദര്യം, ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മളെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സൗന്ദര്യം നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളത്, അത് നമ്മളെ ഭർത്താവിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിനുള്ളിൽ എന്തിനാ അപ്പം അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നതൊക്കെ മതി എന്ന് വിചാരിച്ച് നമ്മൾ ഏതെങ്കിലും പഴയ മെഷിഞ്ഞ വസ്ത്രമായിരിക്കും നമ്മൾ ധരിക്കുക. പക്ഷേ നമ്മൾ വീടിനുള്ളിലാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടും ഏറ്റവും സൗന്ദര്യത്തിൽ നിൽക്കേണ്ട ഒരു സ്ഥലം എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീകൾ നമുക്ക് ഏത് സമയത്തും ജോലികളായിരിക്കും. ആ ഒരു ജോലിക്കിടയിൽ നമ്മളെ സൗന്ദര്യമോ നമ്മളെ ഒന്നും നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ജോലികൾ കഴിഞ്ഞ് നമ്മൾ നല്ല വസ്ത്രം ധരിച്ച് നമ്മളെ ബ്യൂട്ടി, നമ്മളെ സൗന്ദര്യം, ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കണം. എല്ലാവരും ഒരുപാട് സ്ഥലത്ത് സ്ത്രീകളോട് അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ, അല്ലെങ്കിൽ സ്ത്രീകൾ നല്ല വസ്ത്രം ധരിക്കണം, സ്ത്രീകൾ ഭർത്താവിൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണ്, നല്ല കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്, പുരുഷന്മാരും അങ്ങനെ തന്നെയല്ലേ? സ്ത്രീകൾക്കും ആഗ്രഹം ഉണ്ടാവും നമ്മളെ ഭർത്താക്കന്മാർ നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും നിൽക്കണം എന്നുള്ളത്. ഭർത്താക്കന്മാരാണെങ്കിലും പുറത്ത് പോകുമ്പോൾ നന്നായിട്ട് ഒരുങ്ങി നല്ല രീതിയിൽ പോകുന്നവരുണ്ട്, വീടിനുള്ളിലോ യാതൊരു വൃത്തിയും ഇല്ലാതെ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു ഫാമിലി ലൈഫ് നല്ല രീതിയിൽ പോകണമെങ്കിൽ വൃത്തിക്ക് നല്ല പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അത് രണ്ട് കൂട്ടർക്കും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ വീട്ടിനുള്ളിലാണെങ്കിൽ
വീടാണെങ്കിലും നമ്മൾ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതും വീട്ടിലെ സന്തോഷത്തിനും സമാധാനത്തിനുള്ള ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അടുത്തൊരു പോയിന്റാണ് നമ്മളെ വീടുകളിൽ ചെറിയ ചെറിയ പ്ലാന്റ്, ചെറിയ ചെടികളും മറ്റും പൂക്കളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല ഒരു ചെടികളൊക്കെ ഉണ്ടാക്കി അത് നോക്കുക എന്നുള്ളത് ഒരു വീട്ടിനൊരു സന്തോഷം, സമാധാനം, ഒരു ബർക്കത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് വളരുന്നത് കാണുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ ഇട്ട അത് വളരുന്നത് കാണുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു സമാധാനമൊക്കെ മനസ്സിക്ക് വരും. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു കിച്ചൻ്റെ അവിടെയും ഒക്കെ ചെറിയ ചെറിയ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു മനസ്സിക്ക് ഒരു പോസിറ്റീവ് വൈബാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്തൊരു കാര്യമാണ് ഹലാലായ പെറ്റ്സിനെ വളർത്തുക എന്നുള്ളത്, എന്തിനെങ്കിലുമൊക്കെ വളർത്തുക എന്നുള്ളത്. സ്വഹാബിമാർക്ക് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഹദീസുകളിൽ കാണാം. മീനുകളെ അല്ലെങ്കിൽ കോഴികളെ, ആടുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന വല്ല ഹലാലായ പെറ്റ്സ് ഒരുപാടുണ്ടല്ലോ, അതിലേതെങ്കിലും നമ്മളെ കൊണ്ട് നമ്മളെ വീട്ടിനും നമ്മളെ ചുറ്റുപാടിനും ഒക്കെ സാധിക്കുന്ന ചെറിയ രീതിയിൽ എന്തിനെങ്കിലും വളർത്തുന്നത് വലിയ ഒരു മനസ്സിക്കൊരു സന്തോഷം തരുന്ന, വീട്ടിന് ബർക്കത്ത് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മളെ വീട്ടിൽ നല്ല ബർക്കത്തും സന്തോഷം സമാധാനമുള്ള വീടാക്കി അള്ളാഹു മാറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയും ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് കമൻറ്റ് മെസ്സേജ് ചെയ്യാറുണ്ട്. അള്ളാഹു താല എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി നല്ലൊരു സമാധാനം സന്തോഷമുള്ള ബർക്കത്തുള്ള നല്ല ജീവിതമാക്കി മാറ്റട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനി ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ ജസ്റ്റ് അൽഹംദുലില്ലാ എന്നെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.